ഓക്കെ, കുറച്ച് ടേംസ് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ലീവ് സ്പ്രിങ്ങിൻ്റെ. അപ്പോൾ ലീവ് സ്പ്രിങ് തരുമ്പോഴത്തേന് നമുക്ക് ലെങ്ത്, നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് എപ്പോഴും 2L ആയിരിക്കും. എത്ര? ഒരു മിനിറ്റ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എങ്ങനെയായിരിക്കും 2L1 എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 2L1 എന്നാണ് എടുക്കേണ്ടത്. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേനും 2W എന്ന് എടുക്കുന്നത്. ഇപ്പോൾ 2L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് L1 വരും, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് L1 വരും, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 2W ആണ് ടോട്ടൽ ലോഡ്. അത് W ഈ ഇവിടെ ആക്ട് ചെയ്യും, W ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, സ്മോൾ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ക്ലിപ്പ് ഉണ്ടല്ലോ, യു ക്ലിപ്പ്, ആ രണ്ട് യു ക്ലിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് L എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈം പറഞ്ഞു. 2L1 പഠിച്ചു, 2W പഠിച്ചു, പിന്നെ L പഠിച്ചു. ഈ 3 എന്താണെന്ന് മനസ്സിലായല്ലോ. 2L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് I തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. 2W എന്ന് വെച്ചാൽ ടോട്ടൽ ലോഡ്. അപ്പം W ഒരു ഐയിലും വേറൊരു W വേറൊരു ഐയിലും ആക്ട് ചെയ്യും. പിന്നെ സ്മോൾ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ക്ലിപ്പ് തമ്മിൽ, സെൻട്രലിലുള്ള രണ്ട് ക്ലിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നവരാണ് സ്മോൾ L എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും നൊട്ടേഷൻസ് ക്ലിയർ ആയോ? 2L1 എന്താണ്? 2L1 എന്താണ്? വേണ്ട, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 2L1. 2L എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഓഫ് സ്പാൻ ഓർ ഓവറോൾ ലെങ്ത് ഓഫ് ദി സ്പ്രിങ്, അതാണ് 2L1. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനകത്ത് വരുമ്പോൾ 2L1 എന്ന് നമ്മൾ എടുത്ത് ചെയ്താവുള്ളൂ അല്ലേ. ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എന്ത് ചെയ്താൽ 2L1 എന്ന് പറഞ്ഞ് എടുത്ത് ചെയ്താവുള്ളൂ. L1 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്റർ മുതൽ ഒരു സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് L1 എന്ന് പറയുമ്പോൾ. സ്മോൾ L എന്താണ്? സ്മോൾ L എന്താണ്? വിഡ്ത്ത് ഓഫ് ബാൻഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ യു ബോൾട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി സ്പ്രിങ്. ഓക്കെ, അപ്പോൾ എല്ലിനെ പറയുന്ന പേരെന്താണ്? ഇൻഎഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പ്രിങ്. ക്ലിയർ ആവുന്നുണ്ടോ? 2L1 എന്ന് വെച്ചാൽ എന്താണ്? 2L1 എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഓഫ് സ്പാൻ അല്ലേ, ടോട്ടൽ ലെങ്ത്, അതാണ് 2L1. L എന്താണ്? L എന്താണ്? രണ്ട് യു ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബാൻഡ് എന്ന് പറയാം, ബാൻഡിൻ്റെ വിട്ട് എന്ന് പറയാം, ബാൻഡ് വിട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഎഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇത്ര ക്ലിയർ ആണോ? 2L1 എന്താണ്, L എന്താണെന്ന്, L എന്താണ്, ഇത്ര ക്ലിയർ ആണോ? ഇനി NF എന്ന് പറയുമ്പം, NF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫുൾ ലെങ്ത് ലീവ്സ്. നമ്മൾ സാധാരണയായിട്ട് മാസ്റ്റർ ലീവ്സ് എന്ന് പറയുന്നത് ഒരെണ്ണം ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ ഫുൾ ലെങ്തിലുള്ള ലീവ്സ് രണ്ടോ അല്ലെങ്കിൽ ഒരെണ്ണം എന്തായാലും കാണും ഫുൾ ലെങ്തിലുള്ളത്. ചിലപ്പോൾ 2 എണ്ണം കാണും, ചിലപ്പോൾ 3 എണ്ണം കാണും. അപ്പോൾ NF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? NF എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് NF എന്താണ്? എന്താണ്? NF ഫിസിക്കൽ ടു, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? NF എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫുൾ ലെങ്ത് ലീവ്സ് ആണ്. NG എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? NG എന്ന് വെച്ച് കഴിഞ്ഞാൽ, G എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗ്രാജുവൽ ആട്ടോ. അപ്പോൾ NG എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീവ്സ്. എത്ര ഗ്രാജുവേറ്റഡ് ലീവ്സ് ഉണ്ടോ അതാണ് NG എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്തുമായിരിക്കും? NF പ്ലസ് NG ആയിരിക്കും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്ന് പറയുമ്പോൾ LF പ്ലസ് NG. നമ്മൾ പറഞ്ഞു L എന്ന് പറയുന്നത് എന്താണ്? L എന്ന് വെച്ചാൽ എന്താ? L എന്ന് വെച്ചാൽ എന്താ? L എന്ന് വെച്ചാൽ എന്താണ്? L എന്ന് വെച്ചാൽ എന്താ? പകുതി. L എന്ന് വെച്ചാൽ പകുതിയല്ല, L1 ആണ് പകുതി. L എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 പകുതി. L എന്താ?
ഡേറ്റാ ബുക്കിൽ പക്ഷേ എല്ലെന്ന് പറഞ്ഞാൽ മറ്റേ പകുതിയാണ് അവിടെ കൊടുത്തത്. ഡേറ്റാ ബുക്കിൽ പകുതിയാണ് കിടക്കുന്നത് അല്ലേ? ഡേറ്റാ ബുക്ക് ബാൻഡ് വിഡ്ത്തിൻ്റെ എത്രയാണ് കൊടുത്തേക്കുന്നത്? ഞാൻ ഡേറ്റാ ബുക്കിൽ നൊട്ടേഷൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട് നൊട്ടേഷൻസ് വെച്ച് അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്കതെന്തെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പം നമുക്കിത് വെച്ചിട്ട് അങ്ങ് പോകാം. എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞത് നമ്മളൊരു ഫിഗർ വരുമ്പോഴത്തേന് 2L1 ഇപ്പോൾ എഫക്റ്റീവ് സ്പാനാണ് പറഞ്ഞത്. 2L1 അതായത് ഇങ്ങനെ വരുമ്പോഴത്തേന് ആയിട്ട് ഇങ്ങനെ സ്പ്രിങ് വരുന്നത്, ഇങ്ങനെ സ്പ്രിങ് വരുന്നത്, അതിൻ്റെ ടോട്ടൽ ഈ ലെങ്തിനെ പറഞ്ഞത് 2L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു 2 ഇത്, അപ്പോൾ ഇത് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് പറയുന്നവരാണ് L അല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ എന്താണ്? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്താണ്, ഇത് ഇൻഎഫക്റ്റീവ് ലെങ്താണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ലെങ്തിനകത്തു നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഇൻഎഫക്റ്റീവ് ലെങ്ത് ആയിട്ടുള്ള L സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 2L1 ആയിരിക്കും. അതിനകത്തു നിന്ന് ബാൻഡ് വിഡ്ത്ത് എത്രയാണോ കിട്ടുന്നത് ആ സാധനം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ 2L1 മൈനസ് L ആണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? സിമ്പിളാണ് കേട്ടോ. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. പിന്നെ ഓക്കെ, പ്രോബ്ലം എഴുതിക്കുക. ഫസ്റ്റ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാർ തിയറി എഴുതാൻ എന്തുമാത്രം സ്ഥലം വിടാം? ഒരു 2 പേജ് ഇട്ടാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറി എഴുതിയില്ലേ നിങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറി അല്ല, കഴിഞ്ഞ ഫസ്റ്റ് അവറിൽ തിയറി എഴുതിയില്ലേ? ജസ്റ്റ് ലെക്ചർ നോട്ട് പോലും എഴുതിയില്ല. എല്ലാം കൂടെ എഴുതണമെങ്കിൽ ഒരു 2 പേപ്പർ വിട്ടേക്കും. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കുക എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ 2019 DME 1 ക്വസ്റ്റ്യനാണ്. 10 മാർക്കാണ് കേട്ടോ. സാർ 5.4 കിലോന്യൂട്ടൺ ആണോ സാർ? ഏതാ? കേട്ടില്ല. ലൈൻ 5.4 കിലോന്യൂട്ടൺ ആണോ? 5.4 കിലോന്യൂട്ടൺ.
മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ ട്രക്ക് ഹാസ് എ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എത്ര? n. ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എത്ര? 12. പറഞ്ഞിട്ടുണ്ട് 2 ഓഫ് വിച്ച് ആർ ഫുൾ ലെങ്ത് ലീവ്സ്. അപ്പോൾ NF എത്ര? സാർ ഇതിന്റെ ഇക്വേഷൻ ഒന്നും ഡാറ്റാ ബുക്കിനകത്തില്ല. ഇക്വേഷൻ ഉണ്ടല്ലോ, പേജ് നമ്പർ 182 എടുത്തേ. റൊട്ടേഷൻസ് വേറെ തോന്നുന്നു. അത് നമുക്ക് നോക്കാം. NF എന്തുവാ? നൊട്ടേഷൻസ് വേറെതാണ്. ഓക്കെ, നിങ്ങൾ ഡേറ്റാ ബുക്കിൽ തന്നെ നൊട്ടേഷൻസ് കൊടുത്തു. എവിടാണ്, എന്താണ് ഡോട്ട ബുക്കിൽ തന്നെ നൊട്ടേഷൻസ് കൊടുക്കണമെന്നില്ലടാ. അന്നേരം നോക്കിയിട്ട് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ഇപ്പം നമ്മൾ പഠിച്ചു വെച്ച് നമുക്ക് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് പറ? ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ്. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 2 ഓഫ് വിച്ച് ആർ ഫുൾ ലെങ്ത് ലീവ്സ്. അപ്പോൾ NF എത്ര? NF എത്ര? NFൻ്റെ വാല്യൂ എന്തുവാ? NF എന്ന് വെച്ചാൽ എന്തുവാ? ഫുൾ ലെങ്ത് ലീവ്സിൻ്റെ നമ്പർ ആണോ? അപ്പോൾ NF 2 ആണെങ്കിൽ NG എന്തുമായിരിക്കും? NG എത്ര ആയിരിക്കും? NF 10. NG 10 ആയിരിക്കും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദ സ്പ്രിങ് സപ്പോർട്ട്സ് ആർ 1.05 മീറ്റർ എപ്പാർട്ട്. അതിൻ്റെ അർത്ഥം എന്താ? സ്പ്രിങ് സപ്പോർട്ട് ഇതാണ് സ്പ്രിങ് സപ്പോർട്ട്. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്? 1.5 മീറ്റർ അപ്പാർട്ട്. അപ്പോൾ നമുക്ക് 2L1 എന്നല്ലേ? 2L1 ഇസിക്കൽ ടു 1.05 മീറ്റർ. 2L1 ഇസിക്കൽ ടു 1.05 മീറ്റർ ആണല്ലോ. കൊടുക്കാവേ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? സെൻട്രൽ ബാൻഡ് ഈസ് 85 മില്ലിമീറ്റർ വൈഡ്. ഇവിടെ ഒരു ക്ലിപ്പുണ്ട് അല്ലേ? 2 സെൻട്രൽ ബോൾട്ട് ഉണ്ട്. ആ സെൻട്രൽ ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? L, അല്ലെങ്കിൽ സെൻട്രൽ ബാൻഡ്. ആ L എത്ര വന്നേക്കുന്നത്? L എത്ര വന്നേക്കുന്നത്? സെൻട്രൽ ബാൻഡ് ഈസ് 85 മില്ലിമീറ്റർ വൈഡ്. അപ്പോൾ L എത്ര? ഇത് പറയടാ. L എത്ര? 85 mm. ഈ 1.05 മീറ്ററിനെ ഞാൻ മില്ലിമീറ്ററോട്ട് കൺവേർട്ട് ചെയ്യണം. 1050 mm. പിന്നെ ദ സെൻട്രൽ ലോഡ് ഈസ് ടു ബി 5.4 kN. സെൻട്രൽ ലോഡ് എന്ന് പറയുമ്പോൾ 5.24 kN. അതായത് സെൻട്രൽ ലോഡ് 5.24 ആണ്. ഈ രണ്ടറ്റത്തും ആക്ട് ചെയ്യുന്നതിൻ്റെ സെൻട്രൽ ലോഡ് നമ്മളെങ്ങനെ ആക്കുന്നത്? 2W എന്നല്ലേ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞു സെൻട്രൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 2W എന്ന് എടുക്കാം. 2W എത്രയാണ്? 5.4 kN. അതായത് 5400 ന്യൂട്ടൺ. അപ്പോൾ W എന്തുമായിരിക്കും? ഇവിടെ ആക്ട് ചെയ്യുന്ന W ഉണ്ട്, ഇവിടെ ആക്ട് ചെയ്യുന്ന W ഉണ്ട്. സെൻട്രൽ ലോഡ് 2W ആണ് അല്ലേ? അപ്പോൾ ഓരോ എൻഡിൽ ആക്ട് ചെയ്യുന്ന എത്രയാണ്? W എത്ര? 2700 ന്യൂട്ടൺ ആണോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വിത്ത് എ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് 280 MPa. വിത്ത് എ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് 280. ഈ സെൻട്രൽ ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നത്? സെൻട്രൽ ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നത്? പറഞ്ഞേ. വിത്ത് എ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് 280 MPa. നമ്മൾ ആ സെൻട്രൽ ലോഡിൻ്റെ ആ പെർമിസിബിൾ സ്ട്രെസ് നമ്മൾ സിഗ്മ F ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സിഗ്മ F എന്ന് പറയുമ്പോൾ എത്ര? 280
മെഗാ പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 280 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഡിറ്റർമൈൻ ദ തിക്നെസ് ആൻഡ് വിഡ്ത്ത് ഓഫ് സ്റ്റീൽ സ്പ്രിംഗ് ലീവ്സ്. തിക്നെസ് കണ്ടുപിടിക്കണം, വിഡ്ത്ത് കണ്ടുപിടിക്കണം. റേഷ്യോ ഓഫ് ടോട്ടൽ ഡെപ്ത് ടു ദ വിഡ്ത്ത് ഓഫ് സ്പ്രിംഗ് ഈസ് 3. റേഷ്യോ ഓഫ് ടോട്ടൽ ഡെപ്ത് ടു ദി വിഡ്ത്ത് ഓഫ് സ്പ്രിംഗ് ഈസിക്കൽ ടു 3 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ടോട്ടൽ 12 സ്പ്രിംഗ് ഉണ്ട്. അതിനകത്ത് 2 എണ്ണം ഫുൾ ലെങ്ത് ആണ്, 2 എണ്ണം ഫുൾ ലെങ്ത് ആണ്. ബാക്കി 10 എണ്ണം ഗ്രാജുവൽ ലീവ്സ് ആണ്. പിന്നെ 2 ടോട്ടൽ സ്പാൻ എന്ന് പറയുമ്പോൾ 2L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.05 മീറ്റർ ആണ്. അത് 1050 മില്ലിമീറ്റർ. പിന്നെ ലെങ്ത് ഓഫ് ബാൻഡ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബാൻഡ്, അതായത് 2 സെൻട്രൽ പോയിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ് നിൽക്കുന്നത്? 85 മില്ലിമീറ്റർ ആണ്. സെൻട്രൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേന് 5.4 കിലോന്യൂട്ടൺ ആണ്. അത് 540 ന്യൂട്ടൺ. അപ്പോൾ ഒരു സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 2700. ഇപ്പോൾ സെൻട്രൽ ലോഡ് സിഗ്മ എഫ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് ആയിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് 280 മെഗാ പാസ്കലാണ് സിഗ്മ എഫ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പ്ലേറ്റിൻ്റെ തിക്നെസ്സും വിഡ്ത്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, റേഷ്യോ ഓഫ് ടോട്ടൽ ഡെപ്ത് ടു ദ വിഡ്ത്ത് ഓഫ് സ്പ്രിങ് എന്ന് പറയുമ്പോഴത്തേന് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഡേറ്റാ ബുക്കിലെ നൊട്ടേഷൻ അനുസരിച്ച് സ്പ്രിങ്ങിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നോക്കി. പേജ് നമ്പർ 180 നോക്കി. പേജ് നമ്പർ 180 ഒന്ന് നോക്കി. പേജ് നമ്പർ 180 നോക്കിയോ? അതിനകത്ത് സ്പ്രിങ്ങിൻ്റെ 2 ഡയമെൻഷൻസ് അല്ലെങ്കിൽ ലീഫിൻ്റെ 2 ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? ബിയും ഉണ്ട്, എച്ചും ഉണ്ട്. ബി എന്താണ്? വിഡ്ത്ത്. എച്ച് എന്താണ്? തിക്നെസ്. അത് എവിടെ നിന്ന് കിട്ടി? ആ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 180 നോക്കി. പേജ് നമ്പർ 180ക്കകത്ത് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ക്യാൻഡിലിവർ ബീമിൻ്റെ ഉണ്ടോ? അതിനകത്ത് കൊടുത്തിട്ടുണ്ട് 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് വ്യൂ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ടോപ്പ് വ്യൂ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ കാണിച്ചിരിക്കുന്നതാണ് എച്ച്, അതാണ് തിക്നെസ്. ടോപ്പ് വ്യൂവിൽ കൊടുത്തേക്കുന്നതാണ് വിഡ്ത്ത്, അതാണ് അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ തിക്നെസ്സും. അപ്പോൾ ഞാനാണെങ്കിൽ 2 നൊട്ടേഷൻസ് എടുക്കുകയാണ്. എന്തൊക്കെ? വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേന് എത്ര? വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് എത്ര? ബി ആയിട്ട് എടുക്കുക. തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേന് എച്ച്. ഇത് 2 എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിഡ്ത്ത് ഓഫ് പ്ലേറ്റും തിക്നെസ് ഓഫ് പ്ലേറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡേറ്റ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ലീഫ് സ്പ്രിങ്ങിൻ്റെ തിക്നെസ് എത്രയാണ്, ആ ലീഫ് സ്പ്രിങ്ങിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഇത് 2 എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡേറ്റാ ബുക്കിനകത്ത് നൊട്ടേഷൻസ് നോക്കുന്നത്. ഇപ്പോൾ ബി എന്ന് പറയുന്നതാണ് സ്പ്രിങ്ങിൻ്റെ വിഡ്ത്ത്, എച്ച് എന്ന് പറയുന്നതാണ് സ്പ്രിങ് എന്ന് വെച്ചാൽ ആ ഒരു ലീഫിൻ്റെ തിക്നെസ്. അപ്പോൾ അത് 2 എണ്ണമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് ഈ റേഷ്യോ എന്ന് നോക്കി. നിങ്ങളൊരു ഈ ഫിഗർ റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കി. ഉണ്ടോ? ഇതിനകത്ത് ഈ ലെങ്ത് എന്തുവാ? ഈ ഡിസ്റ്റൻസ് എന്തുവാടാ? ആ ഡിസ്റ്റൻസ് എന്തുവാ? എച്ച് ആണല്ലോ. അപ്പോൾ ടോട്ടൽ തിക്നെസ് എന്ത് വരും? എത്ര സ്പ്രിങ് ഉണ്ട്? എൻ സ്പ്രിങ്. എന്നിൻ്റെ വാല്യൂ 12. അപ്പോൾ ടോട്ടൽ തിക്നെസ് N × H വരും. ആണോ? ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും?
എൻ ഇൻറ്റു എച്ച് വരും. അപ്പോൾ നമ്മുടെ ഈ റേഷ്യോ അനുസരിച്ച് ഈ തന്നിരിക്കുന്ന റേഷ്യോ ഒന്ന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിക്ക്. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടോട്ടൽ ഡെപ്ത് എന്ത് വരും? ഒരെണ്ണത്തിൻ്റെ ഡെപ്ത് തിക്നെസ് എച്ചാ. എൻ സ്പ്രിങ് ഉണ്ടെങ്കിൽ എത്ര? ടോട്ടൽ ഡെപ്ത് എത്ര? എൻ ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ വിത്ത് ഓഫ് സ്പ്രിങ് എന്തുവാ? വിത്ത് ഓഫ് സ്പ്രിങ് എന്തുവാ? ബി ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 3. എന്നിൻ്റെ വാല്യൂ എത്ര? എന്നിന്റെ വാല്യൂ 12. അപ്പോൾ 12 ഇൻറ്റു എച്ച് ബൈ ബി ഈക്വൽ ടു 3 കിട്ടി. അപ്പോൾ എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എച്ച് ഈക്വൽ 3b. h is equal to 3b by 12. അല്ലെങ്കിൽ എച്ച് ഈക്വൽ ടു 3b ബൈ 12. ഓക്കെ, എച്ച് വേണം നമുക്ക്. ബി കണ്ടുപിടിച്ചാലോ? ബി എത്ര? ബി എത്ര? ബിയുടെ വാല്യൂ എന്ത് കിട്ടും? അവിടെ മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഞാൻ ഒരെണ്ണത്തിൻ്റെ തിക്നെസ് എച്ചായിട്ട് എടുത്തേക്കുന്നത് കണ്ടോ? തിക്നെസ് ഓഫ് പ്ലേറ്റ്. അങ്ങനെ എൻ നമ്പർ ഓഫ് തിക്നെസ്, എൻ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എച്ചാ. നമ്മൾ റേഷ്യോ അനുസരിച്ച് ടോട്ടൽ ഡെപ്ത് ടു വിത്ത് ഈസിക്കൽ ടു 3 ആ. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേന് എൻ ഇൻറ്റു എച്ച് ആണ്. വിത്ത് എന്ന് പറയുമ്പോഴത്തേന് ബി ആണ്. ഈസിക്കൽ ടു 3 കിട്ടി. എന്നിൻ്റെ വാല്യൂ നമുക്ക് 12 ആണ്. ഒരു മിനിറ്റ്, എന്താ സാറേ? ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് നമ്മൾ എന്തോ എടുത്തു? എന്നിൻ്റെ വാല്യൂ 12 കൊടുത്തു. എച്ചിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ബിയുടെ വാല്യൂ അറിയത്തില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ബി ഈസിക്കൽ ടു എത്ര കിട്ടി? 4h എന്ന് കിട്ടി. ഇതൊരു റിലേഷൻഷിപ്പാണ്, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? നമുക്ക് എഫക്റ്റീവ് ലെങ്ത് വേണം. എന്താണ്? എഫക്റ്റീവ് ലെങ്ത് വേണം. എഫക്റ്റീവ് ലെങ്തിൻ്റെ ഫോമിൽ എന്തുവാ? ടോട്ടൽ ലെങ്ത് മൈനസ് ഇൻഎഫക്റ്റീവ് ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്തുവാ? എഫക്റ്റീവ് 2L കൊടുക്കുക. ടോട്ടൽ ലെങ്ത് എന്തുവാ? ടോട്ടൽ ലെങ്ത് 2L1 അല്ലേ? 2L1 മൈനസ് ഇൻഎഫക്റ്റീവ് ലെങ്ത് എന്തുവാ? സ്മോൾ എൽ. അപ്പം 2Lൻ്റെ വാല്യൂ, അതായത് എഫക്റ്റീവ് ലെങ്ത് 2L ഈസിക്കൽ ടു എത്ര കിട്ടിയെന്ന് കണ്ടുപിടിച്ചേ? 2 ഇൻറ്റു 1050 മൈനസ് 87 2L. എഫക്റ്റീവ് ലെങ്ത് 2L ഈസിക്കൽ ടു ഏകദേശം 965 കിട്ടുമെന്ന് തോന്നുന്നു. 2 ഇൻറ്റു 1050 മൈനസ് 87. 2L1ന്റെ വാല്യൂ അല്ലേ സാർ 1050? സോറി, സർ, L1ന്റെ വാല്യൂ. അതെ 1050 മൈനസ് 87. ഇപ്പോൾ എത്ര കിട്ടി സാർ? 85 ആണോ 87 ആണോ? 85 കേട്ടോ.
എല്ലിന്റെ വാല്യൂ 482.5. എല്ലിൻ്റെ വാല്യൂ 482.5. ഈ എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് ആട്ടോ, വൺ സൈഡായിട്ടുള്ളതാണ്, വൺ സൈഡിലോട്ടുള്ള എഫക്റ്റീവ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഫോണിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് സ്ട്രെസ്സാണ് തന്നേക്കുന്നത്? നമുക്കിനി പേജ് നമ്പർ 182 എടുത്തേ, പേജ് നമ്പർ 182 എടുത്തേ. ഇതിനകത്ത് പ്രീ സ്ട്രെസ് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ പ്രീ സ്ട്രെസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രീ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പ്രീ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പ്രീ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനകത്ത്? നമ്മുടെ സ്പ്രിങ് ഇനിഷ്യലി പ്രീ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ പേജ് നമ്പർ 182-നകത്ത് സിഗ്മ എഫിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതായത് ദ സ്ട്രെസ് ഇൻ ദ ഫുൾ ലെങ്ത് ലീവ്സ് വിത്ത് നോ പ്രീ സ്ട്രെസ്. സിഗ്മ എഫ് ഈസിക്കൽ ടു ഏതാണ്? 9FL ഡിവൈഡഡ് ബൈ 9FL ഡിവൈഡ് ബൈ അതിനകത്ത് കിടക്കുന്നത് ബി ഡാഷ് എന്നാണ്, പക്ഷെ നമ്മൾ ബിന്ന് എടുത്താൽ മതി കേട്ടോ. BH² 2IG. IG എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തേക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ചെയ്താൽ, എന്നിട്ട് നമുക്ക് നോക്കാം. IG + 3IF. ഈ 9 എന്ന് വെച്ചാൽ അതാ. എഫ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇവിടുത്തെ ഡബ്ല്യുവിനോട് ഈക്വലൻ്റ് ആണ് എഫ്. ഓക്കെ, ഈ എൽ എന്ന് വെച്ചാൽ എന്താണ്? എഫക്റ്റീവ് ലെങ്ത് ടു വൺ സൈഡാണ് സ്മോൾ എൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അവിടെ കൊടുത്തേക്കുന്ന സ്മോൾ എൽ എന്ന് വെച്ചാൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിച്ചില്ലേ, ഈ എല്ല് കണ്ടുപിടിച്ചില്ലേ, അതാണ് ഈ ലെങ്ത് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഈ ബി എന്ന് വെച്ചാൽ എന്താണ്? ബി സിക്കറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? 4H കൊടുക്കാം. ഈ IG എന്ന് പറയുമ്പോൾ എന്താണ്? IG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് NG ആണ് കേട്ടോ, NG ആണ്. NG എത്ര വാല്യൂ? NG 10. IF എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഇവിടെ NF ആണ്. NFൻ്റെ വാല്യൂ എത്ര? 2. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? Hൻ്റെ വാല്യൂ കിട്ടും. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ജസ്റ്റ് ഒറ്റ ഫോമുല തൊട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു ആൻസർ കിട്ടും. ഷാഫ്റ്റ് കപ്ലിങ്സും ഓക്കെ പറയാം. നമ്മൾ എഫക്റ്റീവ് ലെങ്ത് വരെ കണ്ടുപിടിച്ചോ എത്തിയോ? അതുവരെ കിട്ടിയോ? എഫക്റ്റീവ് ലെങ്ത് 2L. സിഗ്മ എഫിൻ്റെ ഫോമുല ഏതാ നോക്കിയേ, പേജ് നമ്പർ 182 നോക്കിയേ, പേജ് നമ്പർ 182 നോക്കിയേ. 9FL ഡിവൈഡ് ബൈ ബി ഡാഷ് എന്നാണ് കിടക്കുന്നത്, അതിനകത്ത് കിടക്കുന്ന തന്നെ ആയിരിക്കും. ബി ഡാഷ് H² 2IG + 3IF. ഇതിനകത്ത് ഇനി നമ്മൾ എടുത്ത നൊട്ടേഷൻസ് അനുസരിച്ച് ഓരോന്നും എന്താ നോക്കണം. 9 കോൺസ്റ്റൻ്റ്. എഫ് എന്താ നമ്മൾ എടുത്തനുസരിച്ച് എഫിൻ്റെ വാല്യൂ എന്തുവാ? എഫിൻ്റെ വാല്യൂ എന്തുവാ? എഫിൻ്റെ വാല്യൂ എന്ത് വരും അല്ലേ? എഫിൻ്റെ വാല്യൂ എന്തുവാ? ഒരു സൈഡ് W 2W അല്ല ഇട്ട് കൊടുക്കേണ്ട, W ആണ് ഇട്ട് കൊടുക്കേണ്ട. ഈ എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചല്ലോ, ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? അതിനകത്തുനിന്ന് വൺ സൈഡിലോട്ടുള്ള ഇക്വലൻ്റ് ലെങ്ത് കിട്ടിയില്ലേ? ക്യാപിറ്റൽ L എന്ന് പറഞ്ഞ് 2L ക്യാപിറ്റൽ L 480 കൊണ്ട് എന്ത് കിട്ടിയില്ലേ? എത്ര? 485 എത്ര കിട്ടിയില്ലേ? അതാണ് ആ വാല്യൂ. അതിനുശേഷം താഴെ എന്താ കിടക്കുന്നത്? ബി ഡാഷ് നമ്മുടെ ബി തന്നെയാണ് കേട്ടോ. ബി ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബി തന്നെയാണ്. ബി ഡാഷ് നമ്മുടെ ബി തന്നെയാണ്. ബിക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കേണ്ടത്? ബി ഈസിക്കൽ ടു എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ബി ഈസിക്കൽ ടു 4H എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. H അതുപോലെ തന്നെ എടുക്കുക. IG എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ NG ഇക്വലൻ്റ്. NG എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീവ്സ് ആണ് NG അല്ലെങ്കിൽ IG. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ആ വാല്യൂൻ്റെ എത്ര? 10 ആണ്. IF എന്ന് പറയുന്നത് NFനോട് ഇക്വലൻ്റാണ്. NF എന്ന് വെച്ചാൽ നമ്പർ ഓഫ്
ഫുൾ ലെങ്ത് ലീവ്സ് ആണ്. അത് എത്ര 2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഒന്ന് കണ്ടുപിടിച്ച് എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ സിഗ്മ എഫ് സോൾവ് ചെയ്യുമ്പം നമുക്ക് ബിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 8 to 10 വാല്യൂ വരും. 8 മുതൽ 10 വരെ വന്നാലും കറക്റ്റാണ്. ഇപ്പോൾ ബി കിട്ടിക്കഴിഞ്ഞാൽ എച്ച് കിട്ടും. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ അല്ല എച്ചിൻ്റെ വാല്യൂ കിട്ടുന്നത് 8 മുതൽ 10 വരെ അല്ലേ. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ 8 നമുക്ക് ബി കിട്ടും. പിന്നെ ആ ബി നമ്മൾ എടുത്തിട്ട് ഡിഫ്ലക്ഷനകത്തോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡിഫ്ലക്ഷൻ സാർ ഈ എന്തുവാ? ഈ തന്നിട്ടില്ലേ ക്വസ്റ്റ്യനകത്ത്? ഈയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ലല്ല. ഇല്ല സാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏത് മെറ്റീരിയൽ തന്നിട്ടുണ്ടോ? ട്രക്ക് സ്പ്രിങ് ഒരു മെറ്റീരിയൽ ഒന്നും തന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഒരു മെറ്റീരിയൽ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിനോട് അസ്യൂം ചെയ്ത് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനകത്ത് എടുത്തേക്കുന്ന ഈയുടെ വാല്യൂ 210 ഇൻറ്റു 10⁻³ ആയിട്ട് അസ്യൂം ചെയ്തേക്കും കേട്ടോ. ഈയുടെ വാല്യൂ സ്റ്റീലിൻ്റെ എന്ന് തോന്നുന്നു. സ്റ്റീലിൻ്റെ ഇൻസിമുള്ളസ് ആണ്. E = 210 ഇൻറ്റു 10⁻³ Nm/mm² ആയിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും, ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടും. ചെയ്തേ. ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടണം. അത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസിനകത്ത് വല്ലതും നോക്കണം. നിങ്ങളത് തപ്പിയെടുക്കണം എവിടെയാണെന്ന്. ലാസ്റ്റ് ഈ അപ്പൻഡിക്സിനകത്ത് വല്ലതും ഉണ്ടാവും. അപ്പൻഡിക്സിനകത്ത് കാണും ഈയുടെ വാല്യൂ. ഈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലോ അങ്ങനത്തെ ഒരു സംഭവം എവിടെയെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അത് നിങ്ങൾ തപ്പിയെടുക്കുക കേട്ടോ. ഞാൻ നോക്കാം. സത്യം പറഞ്ഞ ഇന്നത്തെ ക്ലാസ് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് കിട്ടിയ അവറാണ്. അതുകൊണ്ടാണ് 16.7 കിട്ടും. ഓൾമോസ്റ്റ് ഇതിനകത്ത് കിടക്കുന്ന ആൻസർ വൈയുടെ വാല്യൂ 16.7 ആണ് കേട്ടോ. ഈയുടെ വാല്യൂ ഞാൻ പറയാം കേട്ടോ. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് നിർത്താം. ഈയുടെ വാല്യൂ ഞാൻ എവിടെ വന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം തന്നെ ക്ലാസ്സിന് സമയമില്ല. ഈയുടെ വാല്യൂ ഇപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക 210 ഇൻറ്റു 10⁻³ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.